ഇപ്പം തന്നെ വളരെയധികം സീറ്റുകളിൽ UDF മുമ്പിലാണ്. കൂടുതൽ UDFിൻ്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവർ UDFുമായിട്ട് യോജിക്കണം. അങ്ങനെ UDFിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു 0 റിസ്ക് ആയി മാറും. ഇപ്പം തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഒപ്പം ചോദിച്ചിട്ട് അതിൻ്റെ ഫോക്കസ് മാറണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി ഈ വെൽഫെയർ പാർട്ടി വെച്ച് ഒരു ന്യൂനപക്ഷ വിരുദ്ധമായിരുന്നു അവരുടെ ഒരു അജണ്ട തന്നെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിനുമായിട്ടൊരു തിരിച്ചടി കൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ്? അതെ, അത് അവർ ആലോചിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കുന്നത്. കാർഡ് മാറി മാറി കളിക്കാണ്. ഓർമ്മ ഉണ്ടല്ലോ, അടുത്ത് തന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, അതും ലൂസ് ചെയ്തു. ഇപ്പോൾ ഭൂരിപക്ഷ കാർഡായിരുന്നു, അതും ലൂസ് ചെയ്തു. ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്സ് ഒന്നും കേരളം അംഗീകരിക്കില്ല. കേരളത്തിൽ ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ എന്നും ഒരേ സ്റ്റാൻഡ് എടുക്കുന്നവർ. ഞങ്ങളത്ര തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ മുമ്പ്. ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല. BJPക്ക് ആ പറയുന്ന മുന്നേറ്റം കേരളത്തിൽ ഇല്ലല്ലോ. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചു. ഇവിടെ തങ്ങൾ പറഞ്ഞ അസംബ്ലി സീറ്റിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരൊറ്റ അസംബ്ലി സീറ്റ് അവർ ലീഡ് ചെയ്യുന്നില്ല. BJPക്ക് ആ പറയുന്ന മുന്നേറ്റം ഇല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFിൻ്റെ വേസ്റ്റ് ഭരണം, അതിനുള്ളൊരു പ്രതികരണം ഉണ്ടായി. അവിടെ BJP അടിത്തറയുള്ള ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അവർ മുൻതൂക്കം പോയി. കോഴിക്കോട് അങ്ങനെ തന്നെയല്ലേ. കോഴിക്കോട് വേസ്റ്റ് ഭരണത്തിനെതിരായി കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ. ഇവിടെ UDFിനാണ് ശരിക്കും ഭൂരിപക്ഷം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.